ജനവാസ മേഖലയിൽ തമ്പടിച്ച ആനകളിൽ രണ്ടെണ്ണത്തിനെ വനത്തിലേക്ക് തുരത്തി. പിറവന്തൂരിലെ ജനവാസ മേഖലയിൽ തമ്പടിച്ച ആനകളെയാണ് വനമേഖലയിലേക്ക് തിരിച്ചയച്ചത്. കുറച്ച് ആനകളെ ചാലിയക്കര ആറ് കടത്തിവിടാനുള്ള ശ്രമം തുടരുകയാണ്. നിരീക്ഷണം തുടരുകയും കൂടുതൽ ആനകൾ ഉണ്ടെങ്കിൽ അവയെ വനമേഖലയിലേക്ക് തിരികെ അയക്കാൻ നടപടി സ്വീകരിക്കുമെന്നും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും വ്യക്തമാക്കി. ആളുണ്ട്, ആള് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മളെ കണ്ണിൽ നിന്ന് മാറിപ്പോയി ആണോ? അപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി പത്തനാപുരം പിറവന്തൂർ പഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ തമ്പടിച്ചിരുന്ന കാട്ടാനകളെ റിസർവ് വനത്തിലേക്ക് തിരികെ കയറ്റിവിടാനുള്ള ശ്രമത്തിൽ രണ്ടാനകളെ വനത്തിനുള്ളിലേക്ക് കയറ്റിവിട്ടു. വണ്ടിത്തടം ഭാഗത്ത് റോഡ് മുറി വൻമള പത്തുപറ ഭാഗത്തേക്കാണ് ആനകളെ കയറ്റിവിട്ടത്. ഇതേസമയം ചില ആനകളെ ചാലിയക്കര ആറ് കടത്തി വനത്തിനുള്ളിലേക്ക് വിടാനുള്ള ശ്രമം തുടരുകയാണ്. കറവൂർ, അലിമുക്ക്, കാരിക്കുഴി, ആനക്കുളം ജനവാസ മേഖലകളിലാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ആനകൾ തമ്പടിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം 2 കൊമ്പൻ ഉൾപ്പെടെയുള്ള 3 ആനകളെ കറവൂർ കാരിക്കുഴിയിൽ വനപാലകരും നാട്ടുകാരും കണ്ടെത്തി. പടക്കം പൊട്ടിച്ച് വനമേഖലയിലേക്ക് പായിക്കാൻ ശ്രമം നടത്തിയെങ്കിലും ആനകൾ മറ്റൊരു ഭാഗത്തേക്ക് തിരിയുകയായിരുന്നു. ആന നേരത്തെ വന്നത് അവിടെ രാത്രി. അന്ന് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ കറുന്ന തന്നക്കഴിഞ്ഞ ആള് വന്നു. വന്നപ്പോ തന്നെ ആന മേപ്പോട്ട് അവര് ഓടിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞ ആന ഇങ്ങോട്ട് വന്നിട്ടില്ല. ജനവാസ മേഖലയിലുള്ള ആനകളെ വരും ദിവസങ്ങളിൽ നിരീക്ഷിച്ച വനത്തിലേക്ക് കയറ്റിവിടുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ജ്യോതികുമാർ ചാമക്കാല MLA, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി ഗോപിനാഥ, DFO YM ഷാജികുമാർ എന്നിവർ അറിയിച്ചു. രണ്ടാമത്തെ ദിവസമായി ഇന്ന് രാവിലെ 6 മണിക്ക് തന്നെ എലഫന്റ് ട്രൈബ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ തൊട്ടടുത്ത സമയത്ത് 2 ആനകളെ നമുക്ക് ഉൾവനത്തിലോട്ട് കയറ്റി അയക്കാനുള്ള ശ്രമം നടന്ന ഒരു 90% വിജയിച്ചതായിട്ടാണ് അറിയുന്നത്. മൊത്തത്തിൽ 3 ആനകളുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 2 ആനയും ഉൾവനത്തിലേക്ക് തുരത്തിവിടാനുള്ള സാഹചര്യം ഉണ്ടായി കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. വഴങ്ങോട്, എഴുവത്തൂര്, ആനകുളം ഭാഗങ്ങളിലാണ് ഈ ഇടയ്ക്ക്, അലിമുക്ക് കേന്ദ്രീകരിച്ചുള്ള ഭാഗങ്ങളിലാണ്. പിന്നെ കടശ്ശേരിയിലും മയ്ക്കാമലിലും ഒക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് അതിനെ ഉൾവനത്തിലോട്ട് പോകുന്നതിനുള്ള നടപടിക്ക് എല്ലാവരും സജീവമായിട്ട് പ്രവർത്തിക്കും. ഒഴിവാകും, ഉറപ്പായിട്ട് ഒഴിവാകും. ബഹുമാന്യയുടെ MLA നമ്മളെ DFOയുടെ കൂടെ നേതൃത്വത്തിലാണ് ഈ വലിയ ഒരു പദ്ധതി. ഇതിനകത്ത് എല്ലാ വകുപ്പുകളും, ആരോഗ്യവകുപ്പ്, ഫോറസ്റ്റ്, മെയിനായിട്ട് ഫോറസ്റ്റ്, റവന്യൂ, പഞ്ചായത്ത്, പോലീസ്, എല്ലാ ഡിപ്പാർട്ട്മെന്റ്, ആരോഗ്യവകുപ്പ്, എല്ലാ ഡിപ്പാർട്ട്മെന്റ് ആകുമ്പോഴാണ് ഈ എലഫന്റ് ഡ്രൈവ് നടക്കുന്നത്. അലിമുക്ക് അച്ചൻകോവിൽ പാതയിൽ വാഹന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.